സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 23ാമത്തെ എപ്പിസോഡിലേക്ക് ടെക്നിക്കൽ അനാലിസിനെ പറ്റിയും ഇൻട്രാഡേ ട്രേഡിംഗിനെ പറ്റിയും നമ്മൾ പഠിക്കുന്ന 3ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ കംപ്ലീറ്റ് സീരീസിന് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായിട്ട് പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെൻഡിനെ പറ്റിയും ട്രെൻഡ് അനാലിസിസിനെ പറ്റിയുമാണ്. എല്ലാവരും വളരെ സിമ്പിൾ കാര്യമാണ്, ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് പൊതുവെ ട്രെൻഡിനെ പറ്റി വിചാരിക്കുന്നത്. അതായത് അപ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, അത് ഗ്രാഫ് നോക്കിയാൽ ചാർട്ട് നോക്കിയാൽ മനസ്സിലാകുമല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും. എന്നാൽ ഇതിന്റെ പിന്നിൽ കുറെ അധികം കഥകളുണ്ട്. നമ്മൾ കാൻഡിൽ സ്റ്റിക് ചാർട്ടിലും കണ്ടതാണ്. കാൻഡിൽ സ്റ്റിക് കാണുമ്പോൾ വളരെ സിമ്പിൾ സാധനമാണെങ്കിലും അതിന്റെ അനാലിസിസ് വഴി നമുക്ക് സ്റ്റോക്ക് പ്രൈസിന്റെ മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ട്രെൻഡിനെ നന്നായി അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ട്രേഡ്സും പൊസിഷൻസും എടുക്കാൻ പറ്റും. അത് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രെൻഡ് എന്താണെന്ന് പഠിക്കുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് എന്താണെന്ന് പഠിക്കുന്നു, ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെൻഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നു, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പഠിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈ ട്രെൻഡ്സ് പല ടൈം പീരീഡ്സിൽ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഷോർട്ട് ടേം ട്രേഡ് എടുക്കാനാണെങ്കിലും ഇൻട്രാഡേ എടുക്കാനാണെങ്കിലും പൊസിഷണൽ ട്രേഡ് ചെയ്യാനാണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ട്രെൻഡ് അനാലിസിസ് ചെയ്യാം എന്നുള്ളതും വളരെ വിശദമായിട്ട് ഈസി ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, ഇതെല്ലാം പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ട് നല്ല ഇൻട്രാഡേ ട്രേഡേഴ്സ് ആകാനായിട്ട്. The name is sharique.samsudheen. Welcome to fundfolio. വളരെ സിമ്പിൾ എന്നാൽ അതിലുപരി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് ട്രെൻഡ് അനാലിസിസ് ആണ്. അപ്പോൾ ആദ്യം എപ്പോഴത്തെയും പോലെ ഡിസ്ക്ലോഷർ ആണ്, നമ്മൾ കുറെ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഇന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ട്രെൻഡ്, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ഓൾറെഡി ട്രെൻഡ് എന്താണെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടാകും, ശരിയല്ലേ? പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ അപ് ട്രെൻഡ് എന്ന് വിളിക്കുന്നു, താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ് വിളിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും. നമ്മൾ പല വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ഇതിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് ട്രേഡ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ട്രെൻഡ് എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ, ആ ഒരു സ്റ്റൈലിനെയാണ് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ഫാഷന്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ട്രെൻഡ് എന്ന് പറയാറുണ്ടല്ലോ. ഒരു സ്റ്റൈൽ, ഒരു പാറ്റേൺ എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് പാറ്റേണിൽ അല്ലെങ്കിൽ എന്ത് സ്റ്റൈലിലാണ് അപ്പോൾ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ട്രെൻഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് ട്രെൻഡ്സ് ഞാൻ വളരെ ഈസി ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതിനെ അപ് ട്രെൻഡ് എന്ന് പറയുന്നു. അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഈ ഒരു ടൈം ഫ്രെയിമിൽ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്, അതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിന്റെ അനാലിസിസ് ആണ് ഇമ്പോർട്ടന്റ്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക, അപ്പോൾ നമുക്കത് പഠിക്കാം. ട്രെൻഡിന്റെ ഉപയോഗം എന്താണ്, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ട്രെൻഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് പൊസിഷൻസ് കറക്റ്റ് സമയത്ത് കറക്റ്റ് പൊസിഷൻസ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ട്രെൻഡിന്റെ അർത്ഥം. അതായത് ഒരു അപ് ട്രെൻഡ് കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ലോങ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡൗൺ ട്രെൻഡ് കാണുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് പൊസിഷൻ കറക്റ്റ് സമയത്ത് എടുക്കാൻ ട്രെൻഡ് നമ്മളെ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡിംഗിൽ പൈസ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ട്രെൻഡിന് എഗൻസ്റ്റ് പോകുമ്പോഴാണ്. ഒരു ട്രെൻഡ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അത് ഫോളോ ചെയ്ത് നിങ്ങൾ ട്രേഡ്സ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കാൻ പറ്റും. എന്നാൽ ട്രെൻഡിന് എഗൻസ്റ്റ് പോവുകയാണെങ്കിലോ അപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുക. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സെയിങ്സ് ആണ്. ട്രേഡ് വിത്ത് ട്രെൻഡ്, ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സെയിങ്സ് ആണ്. ഇതെല്ലാം ട്രെൻഡിന്റെ ഇമ്പോർട്ടൻസിനെയാണ് കാണിക്കുന്നത്. എന്നാലും ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ട്രെൻഡ് ഇസ് എ ക്ലിയർ അണ്ടർ ഡോഗ്. ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് കുറെ സെയിങ്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ട്രെൻഡ് വളരെ സിമ്പിൾ സാധനമായതുകൊണ്ട് ഇതിൽ വലിയ ടെക്നിക്കാലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കാര്യമില്ല എന്ന് വിചാരിക്കും. എന്നാൽ ട്രെൻഡിലാണ് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. നിങ്ങൾ മറ്റ് എല്ലാ ടെക്നിക്കൽ അനാലിസിസും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ ട്രെൻഡ് കൂടി അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ്ഫുൾ ആകാൻ പറ്റും. അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടി പറയാണ്, ഈസി ആണെന്ന് വിചാരിച്ച് എല്ലാവരെയും പോലെ ഇതിനെ തട്ടിക്കളയത്. ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്, അവസാനം വരെ കാണുക. അപ്പോൾ ഐഡന്റിഫൈ ട്രെൻഡ്സ് ഇൻ സ്യൂട്ടബിൾ ടൈം ഫ്രെയിംസ് ഫോർ ഫ്രൂട്ട്ഫുൾ ട്രേഡ്സ്. അപ്പോൾ ഈ സ്യൂട്ടബിൾ ടൈം ഫ്രെയിം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് ടൈം ഫ്രെയിമിൽ ട്രെൻഡ് അനലൈസ് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഡെഫിനറ്റ്ലി അനലൈസ് ചെയ്യുന്നതാണ്. നമുക്കറിയുന്ന പോലെ ട്രെൻഡ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് അപ് ട്രെൻഡ് ആണ്, 2 ഡൗൺ ട്രെൻഡ് ആണ്, 3 സൈഡ് വേസ് ട്രെൻഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ട്രെൻഡും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, അത് ബേസ് ചെയ്ത് എങ്ങനെ ട്രേഡ്സ് എടുക്കാം എന്ന് പഠിക്കാം. അപ്പോൾ അപ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ ടൈം കഴിയുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പ്രൈസസ് മൂവിംഗ് അപ്പ് ഇവൻച്വലി ഇൻ എ പെർട്ടിക്കുലർ ടൈം ഫ്രെയിം. ഈ ഒരു ടൈം ഫ്രെയിമിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ് ഫ്രെയിമിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്,
അത് ഹയർ ഹൈസും ഹയർ ലോസുമാണ്. ഇത് നിങ്ങൾ ശക്തമായിട്ട് അറിയേണ്ട നോട്ടിൽ എഴുതി വെക്കേണ്ട ടേംസ് ആണ്. ഹയർ ഹൈസും ഹയർ ലോസും. എന്താണ് ഹയർ ഹൈസും ഹയർ ലോസും? ഈ ഒരു അപ് ട്രെൻഡിൽ കണ്ടോ, ഞാൻ ഇങ്ങനെ 2 വരകൾ വരച്ചപ്പോൾ, ഈ വര നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടിംഗ് ടൂളിൽ പോയി വരക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വര വരച്ചപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിന്റെ റേഞ്ച് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി. മനസ്സിലായി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റേഞ്ച് എന്ന ടേമും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ റേഞ്ച് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയപ്പോൾ എന്താ കാണാൻ പറ്റുന്നത്? ഈ റേഞ്ചിന്റെ അടുത്ത് എപ്പോൾ പോകുമ്പോഴും ട്രെൻഡ് റിവേഴ്സിലുണ്ട്, പിന്നെയും ഈ റേഞ്ചിന്റെ അടുത്ത് വരുമ്പോൾ പിന്നെയും ട്രെൻഡ് റിവേഴ്സിലുണ്ട്. അപ്പോൾ ഓരോ തവണയും റേഞ്ചിന്റെ മുകളിൽ തട്ടാൻ പോകുന്ന ഭാഗത്തിനെ കണ്ടോ, ഈ ഒരു ഭാഗത്തിനെ ഹൈ എന്ന് വിളിക്കുന്നു. അതുപോലെ റേഞ്ചിന്റെ താഴെ തട്ടാൻ വരുന്ന ഭാഗത്തെ ലോ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി. അപ്പോൾ അപ് ട്രെൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എപ്പോഴും ഹയർ ഹൈസും ഹയർ ലോസുമാണ്. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. അടുത്ത ഹൈ എവിടെ ഉണ്ടാക്കിയത്? അടുത്ത ഹൈ ഇവിടെയല്ലേ ഉണ്ടാക്കിയത്? ഈ ഹൈനേക്കാളും ഹയർ പൊസിഷനിലല്ലേ ഉള്ളത്. അപ്പോൾ അതിനെ ഹയർ ഹൈ എന്ന് വിളിക്കുന്നു. ഒരു ലോ ഇവിടെ ഉണ്ടാക്കി, അതിനുശേഷം ലോ ഉണ്ടാക്കിയത് ഇവിടെയല്ലേ. ഈ ലോവിനേക്കാളും ഹയർ പൊസിഷനിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഹയർ ലോ എന്ന് വിളിക്കും. അപ്പോൾ അപ് ട്രെൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഹയർ ഹൈസും ഹയർ ലോസുമാണ്. മനസ്സിലായോ? ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു അപ് ട്രെൻഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമെന്ന് പഠിക്കാം. നിങ്ങൾക്ക് എപ്പോഴും ഹയർ ലോസിൽ ബൈ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടായി. അപ്പൊ ഈ ഒരു ഹയർ ലോ ബേസ് ചെയ്ത് നിങ്ങളുടെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ലാഭം ഉണ്ടായേനെ. കണ്ടോ, നല്ല ശക്തമായൊരു ലാഭം നിങ്ങൾക്ക് ഉണ്ടായേനെ. അപ്പോൾ ഹയർ ലോയിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് ഷോർട്ട് ഡ്യൂറിംഗ് അപ് ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു ക്ലിയർ അപ് ട്രെൻഡ് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഷോർട്ട് സെല്ലിങ്ങിന് പോകാതിരിക്കുക. ഇത് ഒരു റിസ്ക് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ റിസ്ക് കൺട്രോളും മണി മാനേജ്മെന്റും എല്ലാം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ചിന്തിക്കുക അപ് ട്രെൻഡ് ആണെങ്കിലും ഈ ഒരു പോയിന്റ് വരെ പൊങ്ങിയല്ലോ, ഇവിടെ ഒരു ഹയർ ഹൈയിൽ തട്ടിയില്ലേ, അപ്പൊ ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ, അപ്പൊ ഇവിടെ ഷോർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഷോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ റിസ്ക് മാനേജ് ചെയ്യുക. നമ്മൾ ലോ റിസ്കിൽ കളിച്ചാൽ പോലെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുത്ത് തലയിൽ വെക്കുന്നത്? അപ് ട്രെൻഡ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് ശക്തമായി മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിന് അഗേൻസ്റ്റ്, ട്രെൻഡിന് അഗേൻസ്റ്റ് നിങ്ങൾ ട്രേഡ്സ് എടുക്കാതിരിക്കുക. അപ്പോൾ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടാൽ പോലും അത് നിങ്ങൾ തൽക്കാലം ഇഗ്നോർ ചെയ്തുകൊണ്ട് ഡു നോട്ട് ഷോർട്ട് ഡ്യൂറിംഗ് അപ് ട്രെൻഡ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിശക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ അപ് ട്രെൻഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്. അതായത് സമയം കഴിയുന്തോറും പ്രൈസ് താഴോട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ഇസ് മൂവിംഗ് ഡൗൺ ഇവൻച്വലി ഇൻ എ പെർട്ടിക്കുലർ ടൈം ഫ്രെയിം. ഇവിടെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ലോവർ ലോസും ലോവർ ഹൈസുമാണ്, അല്ലെ? നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അതായത് ഇവിടെ നമുക്കൊരു ഹൈ കാണാൻ പറ്റുന്നുണ്ട്, അതിനുശേഷം ഇവിടെ ഒരു ലോ കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ഹൈ എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? അടുത്ത ഹൈ ഇവിടെയല്ല കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹൈ ഈ ഹൈനേക്കാളും ലോവർ പൊസിഷനിലാണുള്ളത്. അപ്പൊ അതിന് ലോവർ ഹൈ എന്ന് വിളിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ലോവർ ലോ ആണെന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ഡൗൺ ട്രെൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ലോവർ ലോസും ലോവർ ഹൈസുമാണ്. അപ്പൊ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ ലോവർ ലോസും ലോവർ ഹൈസും കാണുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണ്? നിങ്ങൾക്ക് എപ്പോഴും ലോവർ ഹൈസിൽ ഷോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടായില്ലേ, ഈ ഒരു ലോവർ ഹൈ ഉണ്ടായി അവിടെ തന്നെ നിങ്ങൾ ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര ലാഭം ഉണ്ടായേനെ. കണ്ടോ? അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ലോവർ ഹൈസിൽ ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഡു നോട്ട് ബൈ ഡ്യൂറിംഗ് ഡൗൺ ട്രെൻഡ്. ഇവിടെ ബൈ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ലാഭം കിട്ടുമെന്ന് കണ്ടുകൊണ്ട് ബൈ ചെയ്യാതിരിക്കുക. കാരണം ഇത് ഡൗൺ ട്രെൻഡിനാണുള്ളത്. ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട്, ഡു നോട്ട് ട്രേഡ് അഗൈൻസ്റ്റ് ട്രെൻഡ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ ശക്തമായിട്ട് ഓർത്ത് വെക്കുക. അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് സൈഡ് വേസ് ട്രെൻഡ് ആണ്. സൈഡ് വേസ് ട്രെൻഡിൽ എന്താ കാണാൻ പറ്റുന്നത്? ആ ഒരു ടൈം ഫ്രെയിമിൽ പ്രൈസ് കൺസോളിഡേറ്റ് ആണ്. ഒരു റേഞ്ചിനകത്ത് തന്നെ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുകളിലേക്ക് പോകുന്നോ താഴോട്ട് പോകുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സംഭവിക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും ഷുവർ അല്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് ഷുവർ അല്ല. ആർക്കും മറ്റൊരാളുടെ പുറത്ത് ഒരു ആധിപത്യം വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ആയി കാണാൻ പറ്റുന്നത് സിമിലർ ലോസും സിമിലർ ഹൈസുമാണ്, ശരിയല്ലേ? ഈ ഒരു റേഞ്ചിനകത്താണ് ഹൈ ഉള്ളത്, ഈ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് അടുത്ത ഹൈയും വന്നത്. ഈ ഒരു ലോവും ഈ ലോവും എല്ലാം ഒരേപോലെ അല്ലെങ്കിൽ സിമിലർ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ട്രേഡ് സെറ്റപ്പ് ഉള്ളത്? ഡു നോട്ട് ബൈ ഓർ സെൽ ഡ്യൂറിംഗ് സൈഡ് വേസ് ട്രെൻഡ്. ഇവിടെയും വളരെയധികം ഓവർ എന്തൂസിയാസ്റ്റിക് ആയവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പൊക്കം പൊങ്ങും പിന്നെയും താഴുന്നുണ്ട്, പൊക്കം പൊങ്ങും പിന്നെയും താഴുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പൊക്കവും താഴ്ചയും ക്യാച്ച് ചെയ്യാമല്ലോ എന്ന് പലരും വിചാരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ നിങ്ങളൊരു റേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻസ് വരക്കുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒരു സൈഡ് വേസ് ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്യുക, മുകളിലേക്കാണെങ്കിലും അത് താഴേക്കാണെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ ആ ബ്രേക്ക് ഔട്ട് ഉണ്ടായ ഡയറക്ഷനിലേക്ക് കുറച്ച് അതിശക്തമായിട്ട് മുന്നിലേക്ക് പ്രൈസ് മൂവ് ചെയ്യും എന്നുള്ളത് എപ്പോഴും ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. അപ്പോൾ സൈഡ് വേസ് ട്രെൻഡ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും വെയിറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടുത്തെ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ എ ബ്രേക്ക് ഔട്ട് എന്നുള്ളതാണ്.
ആ ബ്രേക്ക്ഔട്ട് വെയിറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഒരു പൊസിഷൻ എടുക്കാം. ഇവിടെ ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാമായിരുന്നു. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാമായിരുന്നു. അതല്ല ഇവിടെ ബ്രേക്ക്ഔട്ട് താഴേക്കായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് വേസ് ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡിലേക്ക് നമ്മൾ എത്തുന്നത്. അതായത് ട്രെൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഫ്രെയിം. നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട് അല്ലെ, ടൈം ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ട്രെൻഡും ഡിഫൈൻ ചെയ്യുന്നത് എന്ന്. അതായത് ഒരേ കമ്പനിയുടെ സ്റ്റോക്കിൽ തന്നെ, ഒരേ സെയിം സ്റ്റോക്കിൽ തന്നെ ഡിഫറെന്റ് ട്രെൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത് അതിനെ സെലക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ലോങ് ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടാണ് ട്രെൻഡ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ലോങ് ടേമിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഇയേഴ്സ് 1, 2, 3 വർഷത്തിൽ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹയർ ഹൈസും ലോവർ ലോസ് ആണോ എന്താണെന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ട്രെൻഡ് ഡിഫൈൻ ചെയ്യുക. ഇനി അതല്ല നിങ്ങളൊരു പൊസിഷണൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് മാസങ്ങളുടെ റേഞ്ചിലുള്ള ഗ്രാഫ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട്, ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ട്രെൻഡ് ഡിഫൈൻ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾ ട്രെൻഡ് അനലൈസ് ചെയ്യേണ്ടത്, ട്രെൻഡ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ഈ ചാർട്ടിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഇത് 2018 3-ാം മാസമാണ്, ഇത് 2018 7-ാം മാസമാണ് അല്ലെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു 4 മാസത്തെ ടൈം പീരീഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്കൊരു പൊസിഷണൽ ട്രേഡ് ആണ് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ പ്രൈസ് മുകളിലേക്കാണ്, ഒരു അപ് ട്രെൻഡിലാണ് നമുക്ക് പറയാൻ പറ്റുന്നു. ശരിയല്ലേ? ഇവിടെ ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ശരിയല്ലേ? ഹയർ ഹൈ ഹയർ ലോ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒരു അപ് ട്രെൻഡ് ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നു. എന്നാൽ അടുത്ത ടൈം പീരീഡിലേക്ക് നോക്കുകയാണെങ്കിലും, അടുത്തൊരു 3 മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ, ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ അത് താഴോട്ട് ഡൗൺ ട്രെൻഡിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ ഇതേ ഗ്രാഫിനെ തന്നെ ഞാൻ സൂം ഔട്ട് ചെയ്യുകയാണ്. കണ്ടു, സൂം ഔട്ട് ചെയ്തുകൊണ്ട് 2016 മുതൽ 2019 മുതൽ ഒരു 2 വർഷം 3 വർഷത്തിന്റെ ടൈം പീരീഡ് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്? വളരെ ക്ലിയർ ആയിട്ട് ഒരു അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് ഉള്ളത് അല്ലെ. അപ്പോൾ ഒരു ലോങ് ടൈം പീരീഡിലേക്ക് നോക്കിയപ്പോൾ ഇതേ സ്റ്റോക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു അപ് ട്രെൻഡ് ആണ് കാണാൻ പറ്റിയത്. എന്നാൽ സൂം ചെയ്ത് അകത്തേക്ക് പോയപ്പോൾ അതേ സ്റ്റോക്കിൽ തന്നെ ഡൗൺ ട്രെൻഡ്സും കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ സൈഡ് വേസ് ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഏത് ടൈം പീരീഡ് ആണോ, ഏത് ടൈം ഫ്രെയിം ആണോ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് നോക്കുന്നത്, അതിനനുസരിച്ചാണ് നിങ്ങൾ ട്രെൻഡ്സിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടതും അനലൈസ് ചെയ്യേണ്ടതും. ഇനി വളരെ ഷോർട്ട് പീരീഡിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടതെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു അപ് ട്രെൻഡ് തന്നെയാണുള്ളത്. കേട്ടോ, അപ് ട്രെൻഡ് തന്നെയാണുള്ളത്. അതിനനുസരിച്ച് ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ശക്തമായിട്ട് പറയുകയാണ്, ട്രെൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഫ്രെയിം. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ ആണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ട്രെൻഡാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഇൻട്രാഡേയിൽ കാൻഡിൽ സ്റ്റിക്കും ട്രെൻഡ് അനാലിസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു ട്രേഡ് എടുക്കാമെന്ന് നമുക്ക് പഠിക്കാം. അതായത് എപ്പോഴും ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക, ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഒരു കാൻഡിൽ സ്റ്റിക്ക് എന്ത് കളറാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളത് അത് ട്രെൻഡ് റിവേഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അതിനനുസരിച്ച് നിങ്ങൾക്ക് ബൈയോ സെല്ലോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ലോങ് ടേം അപ് ട്രെൻഡിലാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ഇതിനെ സൂം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇതിനൊരു ഡെയിലി ബേസിസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, ഇത് ഓരോ ദിവസം ഓരോ ദിവസത്തിന്റെ കാൻഡിൽസ് ആണ്. കണ്ടോ, ഇത് 20-ാം തീയതിയിലാണ്, ഇത് 21-ാം തീയതിയിലാണ്, ഇത് 22-ാം തീയതിയിലാണ്. ഓരോ ദിവസത്തെ കാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ട്രെൻഡ് ലൈൻ വരക്കുകയാണെങ്കിൽ ഞാൻ വരച്ച് തന്നെ കാണിച്ചു തരാം. ഇവിടെ ചെന്നിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ വരക്കാനുള്ള ടൂൾ സെലക്ട് ചെയ്യാം. ഹയർ ഹൈസ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഹയർ ഹൈസ് പോകുന്നത്, അതുപോലെ ലോവർ ലോസ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു പോയിന്റിൽ ഹയർ ലോ ഉണ്ടായി കഴിഞ്ഞു, ഈ ഒരു ലൈനിനെ ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് നമുക്കറിയാം. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനാണല്ലോ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടുത്ത ദിവസം നമ്മൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. അടുത്ത ദിവസത്തെ ചാർട്ട്സ് നോക്കിയിട്ട് മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം ഉപയോഗിച്ച് ആ ദിവസം നമ്മൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ആ ദിവസം നോക്കിയേ ഓപ്പൺ ചെയ്ത് തന്നെ എത്രയോ വലിയൊരു എമൗണ്ടിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയേനെ. അപ്പോൾ ഈ ഒരു ദിവസം ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇതിലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഡെയിലി ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചാർട്ടിന് ഇനിയും ചെറിയ ടൈം പീരീഡിൽ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു 30 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ക്യാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയേനെ. അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ ഈ ക്യാൻഡിലും കാണിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതായത് മുകളിലേക്ക് ഒരു അപ് ട്രെൻഡിന്റെ അവസാനം നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ കിട്ടി. ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടാൽ നമുക്ക് എന്താ അറിയുന്നത്, പ്രൈസ് അവിടെ നിന്ന് താഴേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നല്ലേ. അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരുന്നുണ്ടല്ലോ. ഈ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയേനെ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കാൻഡിൽ സ്റ്റിക് അനാലിസിസും ട്രെൻഡ് അനാലിസിസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രാക്ടിക്കലി ഒരു ഇൻട്രാഡേ ട്രേഡിനെ അപ്രോച്ച് ചെയ്യാമെന്ന് കണ്ടു.
അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അധികം നീണ്ട വീഡിയോ അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാൽ ഒന്നുകൂടി പറയുകയാണ്, സിമ്പിൾ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴത്തെ പോലെ ഇവിടെ ഇതുകൂടി പറയുകയാണ്, അതായത് ട്രെൻഡ് അനാലിസിസ് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക. അതിന് മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സുമായി മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ട്രെൻഡ് അനാലിസിസും കാൻഡിൽസ്റ്റിക് അനാലിസിസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ പഠിച്ചു. മുന്നിലേക്ക് നമ്മൾ മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുമ്പോൾ അതിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അസൈൻമെന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രെൻഡ്സ് എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക, ഹയർ ഹൈസും ഹയർ ലോസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് കാണുക. അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മുൻപുള്ള ഡേറ്റുകളിൽ നിങ്ങൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ലാഭം ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മുന്നിലേക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവൻച്വലി നമുക്ക് എല്ലാവർക്കും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആകാൻ പറ്റും. ഈ ഒരു ടോപ്പിക് എല്ലാം പഠിക്കാനുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു നിങ്ങളുടെ താല്പര്യവും ഇൻട്രസ്റ്റും എക്സൈറ്റ്മെന്റും എല്ലാം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, നഷ്ടപ്പെടുത്തരുത്. മുന്നിലേക്ക് ലോങ് ടേമിലേക്ക് ഈ എക്സൈറ്റ്മെന്റ് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക്, ട്രേഡ് ചെയ്യുന്നവരിലേക്ക്, ഇൻവെസ്റ്റ് ചെയ്യുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നിങ്ങളുടെ നല്ല കമന്റ്സ് കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.